വാർത്തയിലേക്ക്. കൊലയാളി ചെന്താമരയെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ലെന്ന് ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ തങ്ങളെയും ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ വീട്ടിൽ നിന്നല്ല പോലീസ് ചെന്താമരയെ കസ്റ്റഡിയിലെടുത്തതെന്നും സഹോദരൻ രാധാകൃഷ്ണന്റെ ഭാര്യ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരാക്ഷനെ പോലീസ് ഇന്നലെ രാത്രി സാഹസികമായ നീക്കങ്ങൾക്കൊടുവിൽ പിടികൂടിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്താമരാക്ഷൻ്റെ തറവാട്ട് വീട്ടിലാണ് ഉള്ളത്. ചെന്താമരാക്ഷൻ്റെ സഹോദരൻ്റെ ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരും വളരെയധികം മാനസിക പ്രയാസത്തിലാണ് ഇക്കാര്യത്തിൽ. തങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയായ ആളുകൾ കൂടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ പ്രതിയുടെ ചെയ്തികളുമായിട്ടോ മറ്റോ യാതൊരു തരത്തിലുള്ള ബന്ധവും അവർക്കില്ല. തങ്ങൾ പ്രതിയെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരെന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഇതുമല്ല. അയാൾ പോയി ചെയ്തതും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അയാളുടെ മനസ്സിൽ തോന്നി അയാൾ എന്തൊക്കെയോ പോയി കാണിച്ച് ഈ മാതിരിയൊക്കെ കാട്ടിക്കൂട്ടി. ഞങ്ങളും അയാളുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. വരും എപ്പോഴെങ്കിലും കുടുംബം വരും, തറവാട്ട് വീടാണ് പറഞ്ഞിട്ട് വന്നായി അമ്മനെയും കണ്ട് ഇതാക്കിയും കണ്ട് പോകുന്നല്ലാണ്ട് ഞങ്ങൾക്കൊരു യാതൊരു ബന്ധം. നേരത്തെ കൊല ചെയ്തപ്പോൾ അയാൾ ഞങ്ങളെയും കൂടി നീ ഒറ്റിക്കൊടുത്തില്ലേ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഭീഷണി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്കും പേടിയാണ് അയാളെ. അങ്ങനെയല്ല അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ നടക്കാത്ത ഒരു മനുഷ്യനാണ് അയാൾ. അപ്പം അതുകൊണ്ട് ഭാര്യയാണ്. ഇയാളെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങൾ ഒരുപാട് ഉപദേശിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണ്ട വെക്കണ്ട എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അതിലൊന്നും അല്ല അംഗീകരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ആളല്ല. അയാളുടെ തന്നെ ഇഷ്ടപ്രകാരം അയാളുടെ ഇതിൽ ഞങ്ങളിവിടെ കുട്ടിയും കുടുംബത്തിരിക്കണം. അവരവിടെ വർഷങ്ങളായി അവരങ്ങോട്ട് മാറിയിട്ട് കല്യാണം കഴിഞ്ഞത് മാറിയതാണ്. ഇവിടെ ഒന്നിനും നിന്നിട്ടുമില്ല, വെച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ അയാൾ പോയതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അയാളുടെ ഇതൊക്കെ എടുക്കാനും വെക്കാനും ഞങ്ങൾക്കൊന്നും അയാളെ പറ്റി അറിയില്ല. ഇയാളെ ജാമ്യത്തിലിറങ്ങാൻ സഹായിച്ചത് നിങ്ങളാണ്? അല്ലല്ല, ഞങ്ങൾ ജാമ്യത്തിലിറങ്ങാൻ ഞങ്ങളുടെ മക്കളാണ് സത്യം. ഞങ്ങൾ ജാമ്യത്തിലിറങ്ങാനും സഹായിച്ചിട്ടില്ല, പൈസ കൊടുത്തും സഹായിച്ചിട്ടില്ല, ഒന്നും സഹിച്ചില്ല. അയാളുടെ ഇഷ്ടപ്രകാരം വന്നു, ഇരുന്നു, എടുത്തു, ചെയ്തു, എല്ലാം തായി ഈ വിധത്തിലും കാണിച്ചു. ഞങ്ങളിതിലൊന്നും ബാധ്യതയില്ല. ഇന്നലെ പോലീസ് പറയുന്നത് ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോഴാണ് തൊട്ടടുത്ത പാടത്ത് വെച്ച് ഇയാളെ പിടികൂടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ വന്നത് ശരി തന്നെയാണ്. ഇപ്രാവശ്യം പോലീസ് പറഞ്ഞു വരും ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേഗം ഞങ്ങൾ അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞ് ഉടൻ ഫോൺ ചെയ്ത് അറിയിക്കണം പറഞ്ഞു. ശരി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നിൽ തന്നെ പോലീസ് പിടികൂടിയല്ലോ. ഇനിയിപ്പോൾ ഇവിടെ വരുന്നോ ഞങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ അയാളുടെ വീട്ടിലേക്ക് വരുന്നോ ഇവിടെ നമുക്കത് അറിയില്ല. ഇവിടെ എത്തിയില്ല, വീടെത്തിയിട്ടില്ല. ഈ കൊലപാതകം നടത്തിയ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇയാൾ ഒളിവിൽ പോയത് എന്നുള്ളതാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ വന്നിട്ടാണ് അയാൾ പോയിട്ടുള്ളത് അല്ലേ? അവിടേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ല അയാള്. വീട്ടിലേക്ക് അയാൾ ഇങ്ങടിക്കേ വന്നിട്ടില്ല. അയാൾ ഇത് ചെയ്തും കൊണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയായിരുന്നു. ചെയ്തും കൊണ്ട് അങ്ങനെ മലയ്ക്ക് കയറിയതാണ്. അങ്ങനെയാണ് പറയണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ ചെയ്ത് മലയ്ക്ക് കയറി. ഇപ്പോഴെങ്കിലും ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ? എന്താ പറയുക, കാരണം എന്തെന്നാ പറയുക, നിസാര പ്രശ്നം. എൻ്റെ ഭാര്യ പണങ്ങിപ്പോയി, ഇവരാണ് അതിൻ്റെ എല്ലാ മരിച്ചു വിടില്ല, അവരാണ് ഇതിന് കാരണക്കാർ എന്നാണ് പറയുന്നത്. എന്ത് കാരണം ഞങ്ങളിവിടെ ഇരിക്കും, ഞങ്ങൾക്ക് എങ്ങനെ അറിയണം സാറേ? ഞങ്ങൾക്കൊന്നും ഒരിതില്ല. ഇവരാണ് എൻ്റെ ഭാര്യ പണങ്ങിപ്പോയി ഉള്ള കാരണക്കാർ എന്ന് മാത്രമാണ്. അല്ലാണ്ട് നമ്മളെന്താ പറയുക, അതാണ് പറയുന്നത്. രാധാകൃഷ്ണൻ ചേട്ടനെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്താണ് ഇയാളെ പ്രതിയെ കിട്ടുന്നതിന് വേണ്ടി ആളെ വിട്ടയച്ചിട്ടുണ്ടോ? വീട്ടിലില്ല അയച്ചിട്ടുണ്ട് പറഞ്ഞു സാറ് പറഞ്ഞു. നടന്ന അരുംകൊലകളിൽ തങ്ങൾക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പ്രതിയുടെ ഭാഗത്തു നിന്നും, ചെന്താമരാക്ഷന്റെ ഭാഗത്തു നിന്നും തങ്ങൾക്കും ഭീഷണിയുണ്ട്, തങ്ങളും പ്രതിയെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ചെന്താമരാക്ഷന്റെ സഹോദരന്റെ ഭാര്യ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്.